കൊല്ലം തീരത്ത് അടിഞ്ഞ കണ്ടെയ്നറുകൾ നിലവിൽ കൊല്ലം പോർട്ടിൽ ഇറക്കി എന്ന പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ട്. എ വി ജയശങ്കർ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ജയ്, എങ്ങനെ പോർട്ടിലേക്ക് ഈ കണ്ടെയ്നറുകളെല്ലാം എത്തിയിട്ടുണ്ട്? നേരത്തെ ഈ റോഡ് മാർഗം മാറ്റാനുള്ള ശ്രമങ്ങൾ, അവിടെ ക്രെയിൻ എത്താൻ പറ്റാത്തതൊക്കെ വലിയ പ്രതിസന്ധിയായിരുന്നു. പിന്നീട് ഈ കടലിലൂടെ തന്നെ ഇവയെ പോർട്ടിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടന്നത്. എങ്ങനെയാണ് ഈ കണ്ടെയ്നറുകളെല്ലാം എത്തിച്ചത്? നിലവിൽ എവിടെയെങ്കിലും മറ്റേതെങ്കിലും തീരത്ത് ഇനിയും കണ്ടെയ്നറുകൾ ബാക്കിയുണ്ടോ? അതായത് പ്രജിൻ, കഴിഞ്ഞ ദിവസം ഈ കൊല്ലം തുറമുഖത്തോട് ചേർന്നുള്ള ഭാഗത്ത് എത്തിയ ഒരു കണ്ടെയ്നറാണ് ഇന്ന് എന്തായാലും ഉയർത്തി പോർട്ടിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. ഒരു കണ്ടെയ്നർ മാത്രമാണ് നിലവിൽ മാറ്റിയിരിക്കുന്നത്. ബാക്കി കണ്ടെയ്നറുകളെല്ലാം തന്നെ അതാത് സ്ഥലങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കസ്റ്റംസിൻ്റെ ഉൾപ്പെടെ പരിശോധനകൾ പൂർത്തിയായ ശേഷമായിരിക്കും ആ കണ്ടെയ്നറുകൾ ജലമാർഗമോ അല്ലെങ്കിൽ കരമാർഗമോ അത് ഏത് രീതിയിലാണോ ഇതാവുന്നത് ആ രീതിയിൽ കൊല്ലം തുറമുഖത്തേക്ക് എത്തിക്കുക. എന്തായാലും പ്രാഥമികമായി കഴിഞ്ഞ ദിവസം തുറമുഖത്തിനടുത്ത് എത്തിച്ചിരുന്ന ഒരു കണ്ടെയ്നറാണ് ഉയർത്തി ഇപ്പോൾ തുറമുഖത്തിന് ഉള്ളിലേക്ക് കരഭാഗത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആദ്യ കണ്ടെയ്നർ എന്തായാലും കരക്കെത്തിയിരിക്കുന്നത്. തുറമുഖത്ത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ ഒരു ആശങ്കയാണ് ഈ കണ്ടെയ്നർ. എന്തായാലും ഈ കണ്ടെയ്നറിനുള്ളിൽ രാസവസ്തുക്കളൊന്നുമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് കണ്ടെയ്നർ എന്തായാലും ഈ തുറമുഖ തീരത്ത് നിന്ന് ഉയർത്തി കരയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. നമുക്ക് ആ കണ്ടെയ്നറിനുള്ളിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ കാണാം, പ്ലാസ്റ്റിക് ചാക്കുകൾ കാണാം. അതിലെല്ലാം തന്നെ ഏത് തരം പദാർത്ഥമാണെന്ന കാര്യത്തിൽ നിലവിൽ സ്ഥിരീകരണമില്ല. എന്തായാലും മനുഷ്യന് ദോഷമുണ്ടാക്കുന്ന രാസവസ്തുക്കളല്ല എന്നത് എന്തായാലും സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ കണ്ടെയ്നറിൽ നിന്ന് അധികം വസ്തുക്കളൊന്നും നശിച്ച് പുറത്തേക്ക് പോയിട്ടുമില്ല എന്നതും പ്രത്യേകതയാണ്. എന്തായാലും തുറമുഖ തീരത്ത് അടിഞ്ഞ കണ്ടെയ്നറുകളാണ് ഇപ്പോൾ എന്തായാലും ഇങ്ങോട്ട് എത്തിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ആളുകളോട് തന്നെ ചോദിക്കാം. സാറേ, ഇപ്പോൾ എത്ര ഈ ഒരു കണ്ടെയ്നർ മാത്രമാണോ തീരത്ത് എത്തിച്ചത്? ഒരു 2 കണ്ടെയ്നറാണ് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. ഒരെണ്ണം ബൈ സീ എത്തിച്ചിട്ടു, അല്ലാതെ തന്നെ നമ്മൾ റോഡ് മാർഗവും ഒരു കണ്ടെയ്നർ എത്തിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കണ്ടെയ്നറുകൾക്ക് വേണ്ടി നമ്മുടെ ടീം ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടെയ്നർ കൊണ്ടുവരാൻ ഈ കാലാവസ്ഥ വലിയൊരു പ്രതിസന്ധിയാണല്ലേ? തുടക്കം മുതൽ തന്നെ സീ ഭയങ്കര റഫായിരുന്നു. അപ്പോൾ വെതർ കണ്ടീഷൻ വളരെ അധികം നമ്മുടെ ഈ ഓപ്പറേഷനെ എഫക്റ്റ് ചെയ്തു. ഒത്തിരി സമയം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ കുറച്ച് നമുക്കൊരു ബാക്ക്വേഡ് ചെയ്യേണ്ട പല സന്ദർഭങ്ങളും ഉണ്ടായി. ഇപ്പോൾ നിലവിൽ കേരള തീരത്ത് ആശങ്ക ഉണ്ടാകുന്ന തരത്തിലുള്ള രാസവസ്തുക്കളുള്ള കണ്ടെയ്നറുകളൊന്നുമില്ല എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കാൻ പറ്റും. നിങ്ങളിതിൽ ഡേ ടു ഡേ വർക്ക് ചെയ്യുന്ന രീതി എന്താണ് അതിൻ്റെ ഒരു അനുമാനം? ഇതുവരെയുള്ള നമ്മുടെ ഇതനുസരിച്ചുള്ള എല്ലാ റിപ്പോർട്ടുകളും അനുസരിച്ച് ഇതുവരെ തന്നെ നമുക്കൊരു ആശങ്ക വരുത്താനുള്ള രീതിയിലുള്ള ഒരു കണ്ടെയ്നറും ഇതുവരെയുള്ള വിസിബിളിൽ നമുക്ക് വന്നിട്ടില്ല. ഇതുവരെ റിപ്പോർട്ടും ചെയ്തിട്ടില്ല. എത്ര ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടെല്ലാം ഇപ്പോൾ സ്പോട്ട് ചെയ്തിരിക്കുന്നവ ഇങ്ങോട്ട് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്? ഈ കണ്ടെയ്നർ നമുക്കൊരു ദുഷ്കരമായ രീതി എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു കണ്ടെയ്നറുകളിൽ റോക്ക് ബെഡിലാണ് മാക്സിമം കണ്ടെയ്നറും അടങ്ങിയിരിക്കുന്നത്. അപ്പം അതിനുള്ള ഒരു ബുദ്ധിമുട്ട്, സാങ്കേതികപരമായ ബുദ്ധിമുട്ടുണ്ട്. അവിടെ നമുക്കൊരു ഫിഷിംഗ് ബോട്ടോ അല്ലെങ്കിൽ ടഗ്ഗോ നമുക്ക് അങ്ങനെ അത് എത്തപ്പെടാൻ പറ്റാത്തൊരു സിറ്റുവേഷനുള്ള സ്ഥലങ്ങളാണ് മാക്സിമം ഇത് നമ്മളത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ അതൊരു ദുർഘടകരമായ ഒരു ഓപ്പറേഷനാണ്. ഓൾറെഡി MSCയുടെ തന്നെ അവരുടെ സാൽവേജ് ടീം എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ സാങ്കേതികപരമായ സഹായത്തോടുകൂടി എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിത് പൂർണ്ണമായ രീതിയിൽ റിക്കവർ ചെയ്യാം എന്നാണ് വിശ്വസിക്കുന്നത്. അതായത് കണ്ടെയ്നറുകൾ എത്രയും വേഗം റിക്കവറി ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ കാലാവസ്ഥ ഉൾപ്പെടെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ പരമാവധി വേഗത്തിൽ, ഇത്ര സമയമൊന്നും പറയാൻ പറ്റില്ല എങ്കിൽ കൂടി പരമാവധി വേഗത്തിൽ കണ്ടെയ്നറുകൾ ഇപ്പോൾ ഈ കിടക്കുന്ന പോലെ സുരക്ഷിതമായി പോർട്ടിലേക്ക് മാറ്റാനുള്ളൊരു നീക്കമാണ് എന്തായാലും ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന്. അതിനുവേണ്ടി ക്രമീകരണങ്ങൾ നടത്തുന്നു. എല്ലാ ഭാഗത്തേക്കും ടീമുകളെ വിട്ടിട്ടുണ്ട്. കാലാവസ്ഥ പക്ഷേ ഒരു പ്രതികൂല ഘടകം എന്നതാണ് വലിയ ആശങ്ക. ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ അടിഞ്ഞിരിക്കുന്നത് കൊല്ലം തീരത്ത് തന്നെയാണ്. അത് വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ ആ കണ്ടെയ്നറുകൾ പൂർണ്ണമായും മാറ്റും. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഒപ്പം തന്നെ തിരുവനന്തപുരത്തും ആലപ്പുഴയിലും അടിഞ്ഞിരിക്കുന്ന കണ്ടെയ്നറുകളും സമാനമായ രീതിയിൽ സുരക്ഷിതമായി മാറ്റും എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചുമതലയുള്ള ആളുകൾ പറയുന്നത്. എ വി ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും കൊല്ലം പോർട്ടിലേക്കാണ് ഇപ്പോൾ 2 കണ്ടെയ്നറുകൾ മാറ്റിയിരിക്കുന്നത്. ഇനി കൂടുതൽ കണ്ടെയ്നറുകൾ അവിടേക്ക് എത്തിക്കും. അത് റോഡ് മാർഗമോ അല്ലെങ്കിൽ സമുദ്രം വഴി തന്നെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.